ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയണം, എൻ്റെ പൊന്നു വർഷമോളെ, നീ ഒരു സത്യവും പറയണ്ട, എല്ലാ സത്യങ്ങളും നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് നല്ലതെന്ന്. അങ്ങനെ നമ്മുടെ വർഷ ഒന്ന് ചമ്മി കേട്ടോ. ഏതായാലും ശ്രീകാന്ത് പറഞ്ഞു, ശ്രുതിയെടുത്തി, എന്നാ പിന്നെ ശ്രുതിയെടുത്തിയോട് ചോദിക്കാം, ഏതാ പറയാൻ പോകുന്നത്? ഞാൻ ഏതായാലും ട്രൂത്തേ പറയുന്നുള്ളൂ, എന്നെ കൊണ്ട് പുഷപ്പ് എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചത്, അവസാനമായിട്ട് കള്ളം അതെപ്പോഴാ പറഞ്ഞത്? ഇത് കേട്ടത് നമ്മുടെ സച്ചു പറഞ്ഞു, ശ്രീകാന്തെ നല്ല സൂപ്പർ ചോദ്യമാട്ടോ, അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ഒന്ന് പതറി കേട്ടോ. ഒന്നല്ല പതറിയത്, കുറച്ചേറെ പതറി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, പാർലറേട്ടത്തി എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഉത്തരം പറ, ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തരം പറ പാർലറേട്ടത്തി. ഓ ഓ ഓ എത്ര കള്ളം പറഞ്ഞെന്ന് ഓർമ്മയില്ലല്ലേ പാർലറേട്ടത്തിക്ക്? അതായിരിക്കും. അല്ല, അവസാനം പറഞ്ഞ കള്ളം ഏതാന്നല്ലേ ശ്രീകാന്ത് ചോദിച്ചത്? അത് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്, അവൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ആരാണെങ്കിലും ഒരു ചെറിയ കള്ളം ഇങ്ങനെ പറയത്തില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്ത് സാഹചര്യമാണല്ലോ കള്ളം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സത്യം ഒരിക്കലും കള്ളം ആവില്ല, കള്ളം ഒരിക്കലും സത്യവും ആവില്ല. സത്യം സത്യം തന്നെ ആയിരിക്കും, കള്ളം കള്ളം തന്നെ ആയിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കോപ്പ് അതെ 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 എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, ഇതെന്താ വിളിച്ചു പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അതെ ഇതൊന്നും അല്ല ചോദിച്ചത്, നീ അവസാനമായിട്ട് പറഞ്ഞ കള്ളം ഏതാണെന്നാ ചോദിച്ചത്, അതിനുള്ള മറുപടി പറ. ആ അതെ ഞാൻ പറയാം എന്നിങ്ങനെ പറയാണ് നമ്മുടെ അച്ഛമ്മ. ഇവള് പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കൊന്നും മനസ്സിലായില്ല. ചോദ്യം വേറെ, ഉത്തരം വേറെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ തല താത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരവസ്ഥ, ചെകുത്താനും കടലിന് നടുക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, തന്ത്രപൂർവ്വം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുവാണല്ലേ പാർലറേട്ടത്തി. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, പഠിച്ചവളാ, അതുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നത്. പഠിച്ച കള്ളിയാന്ന് പറ. മിണ്ടാതിരിക്കും സച്ചി. അതുകൊണ്ടൊന്നും അല്ല, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ചില തത്വങ്ങളൊക്കെ ചേർത്തിട്ട് അവൾ മറുപടി പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് അത്രയൊന്നും പഠിപ്പില്ലാത്ത നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, അത് പഠിപ്പുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അല്ല എനിക്ക് വർഷയ്ക്ക് പഠിപ്പുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വർഷം പറഞ്ഞു, ശരിയാണല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതെ ആലോചിക്കണം, അത് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്രൻ നീ മിണ്ടാതിരിക്കുക, അവള് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് ഇനി ആലോചിച്ച് സമയം കളയാനോ? നിനക്ക് എന്താ വേറെ പണിയില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും അതുപോലെ സച്ചിയൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഗെയിമിൽ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. ചേച്ചി എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുമല്ലേ ചെയ്തത്, സത്യസന്ധമായിട്ടുള്ള മറുപടി താ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടിയില്ല. അപ്പൊ വർഷ പറഞ്ഞു, അത് പോട്ടെ, രേവതി ചേച്ചിയോടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചേച്ചി സത്യം പറയില്ലായിരുന്നോ? പിന്നെ ഞാൻ സത്യം പറയുമായിരുന്നു, എനിക്കിങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ പറയാനൊന്നും അറിയത്തില്ല, അത് തന്നെ ഒരു കള്ളത്തരമല്ലേ. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടേ പറയാറുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചേ ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അല്ല വർഷ ചോദിക്കുകയാണ് കേട്ടോ, എന്നാ പിന്നെ ചേച്ചി പറ, ചേച്ചി എപ്പോൾ നോക്കിയാലും വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, അല്ല ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാല്, എൻ്റെ അനിയത്തിയും അനിയനും നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന നിലയിലെത്തണം. അതുപോലെ തന്നെ എൻ്റെ അനിയൻ എൻ്റെ അമ്മേനെ പൊന്നു പോലെ നോക്കണം. ദേവുവിന് നല്ലൊരു ജോലി കിട്ടണം, അവക്ക് നല്ലൊരു കുടുംബ ജീവിതവും കിട്ടണം. അതൊക്കെയാ എൻ്റെ ഏറ്റവും വലിയ കുഞ്ഞി ആഗ്രഹങ്ങള്. അറിയാലോ, പിന്നെ എൻ്റെ അച്ഛനോടല്ലോ, എൻ്റെ അനിയനിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അവൻ ഞങ്ങളുടെ കുടുംബത്തെ താങ്ങി നിർത്തുമെന്ന് അച്ഛൻ ഒരുപാട് കരുതിയിരുന്നു, സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ആ ആഗ്രഹവും നടക്കണം. ഇത് കേട്ട ഉടനെ നമ്മുടെ അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ പറയാ, ഇവളുടെ അനിയനല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അച്ഛമ്മ ഇങ്ങനെ നോക്കിയപ്പോ, അല്ല അച്ഛമ്മ നടക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ ഇപ്പം അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, അതിനോടൊപ്പം തന്നെ അവൻ പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ട്. അവൻ നല്ല നിലയിൽ എത്തണം, അവൻ നല്ല കഴിവുള്ള കുട്ടിയാ, അതെനിക്ക് നന്നായിട്ട് അറിയാം, അവൻ എത്തുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണം എന്നും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇതേപോലെ സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇതൊക്കെയാ എൻ്റെ കൊച്ചു ആഗ്രഹങ്ങള്. ഇതിൽ കൂടുതൽ എന്താഗ്രഹമാ ഈ രേവതിക്കുള്ളത്? ഇതാ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെന്ന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മോളെ,
അല്ല, വ്യക്തിപരമായി നിന്റെ ജീവിതമായിട്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നാ ചോദിച്ചത്. നിനക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ, നിനക്ക് മാത്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ. സച്ചു പറഞ്ഞു പറയ രേവതി പറയ. അപ്പൊ ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രയല്ല രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിനക്കൊരാഗ്രഹവും ഇല്ല മോളെ, നിനക്കായിട്ട് ഒരാഗ്രഹവും നിനക്കില്ലേ? അത് പിന്നെ അച്ഛ എനിക്കായിട്ട് ഒരാഗ്രഹം ഇതുവരെ ഇല്ല അച്ഛ, എനിക്ക് അത് പറയാനും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ്, ഇവളെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനം തോന്നുക. മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ഇവള് ചിന്തിച്ചിട്ടുള്ളൂ. കേട്ടില്ല അച്ഛമ്മ, പിന്നെ എങ്ങനെ ഇവള് പറയുന്നത്? ഇവളെ കുറിച്ച് ചിന്തിക്കാറ് കൂടിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ചന്ദ്രയാണെങ്കിലോ മുഖമാണ് ഒരു വശത്തേക്ക് ഇങ്ങനെ കോടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെടാതെ. എന്നാൽ ഈ സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി കണ്ണീര് ഇങ്ങനെ പതുക്കെ തുടച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, സച്ചി നിന്റെ മനസ്സിലുള്ള ആഗ്രഹം പറ, അതൊക്കെ പോട്ടെ. അത് പിന്നെ എൻ്റെ ആഗ്രഹം പറയണമല്ലേ? എൻ്റെ ആഗ്രഹമേ ഞാൻ പറയാം. കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ ആഗ്രഹം എല്ലാം ഞാൻ തുറന്നു പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അല്ല ഇവനോട് സത്യം പറയണോ അല്ലോ കള്ളം പറയണോ ഒന്നും അല്ലല്ലോ ചോദിച്ചത്, ഇതെന്താ ഒരു ചോദ്യം ഇങ്ങനെ മാറി മാറി വരുന്നത്? മിണ്ടാതിരിക്കട എന്നിങ്ങനെ ശ്രീകാന്ത് അല്ല അച്ഛൻ പറയാണ്, നമ്മുടെ രവീന്ദ്രൻ. ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ പൊങ്കൽ എല്ലാവരും നമ്മൾ ആഘോഷിച്ചില്ലേ, ഇതുപോലെ ഒരു പൊങ്കലിന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. അത് അച്ഛമ്മ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ? ഓർക്കുന്നില്ല അച്ഛമ്മ, അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്തിനാ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടുവിട്ടതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കും അറിയില്ല. അമ്മയുടെ കൂടെ നിന്നും അച്ഛൻ്റെ കൂടെ നിന്നും വളരാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോഴും പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്, എന്തിനാണ് അവരിവിടെ എന്നെ കൊണ്ടുവിട്ടത് എന്ന്. പക്ഷെ എൻ്റെ അച്ഛമ്മ എന്നെ നന്നായിട്ട് നോക്കിയില്ലെന്നൊന്നും അല്ല, പക്ഷെ ഒരമ്മയുടെ സ്നേഹം. അല്ല അച്ഛമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ? ഓർക്കുന്നുണ്ടോ? അന്നൊക്കെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരയുമായിരുന്നു. അച്ഛനെയും അമ്മേനെയും കാണണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ന് കരയുമായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടപ്പം അച്ഛമ്മ എന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ സങ്കടമൊന്നും എൻ്റെ മനസ്സിൽ നിന്നും ആയില്ല. അച്ഛനും അമ്മേനെയും കുറിച്ച് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ പറയുക, ഒരു ഒരു പ്രത്യേക എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള അമ്മയായിരുന്നു എന്നറിയാമോ? അത് വേറൊന്നും അല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പതുക്കെ ശ്രുതിയോട് പറയും, ഇപ്പൊ അമ്മേനെ കുറിച്ച് അവൻ മോശമായിട്ട് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുക, എൻ്റെ മനസ്സിലുള്ള അമ്മ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാനെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ജീവനാ. സ്കൂളിൽ പോകുമ്പം ഞാൻ മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു. അപ്പം എൻ്റെ അമ്മ ഓടി വന്ന് ഇരു കൈയും കൊണ്ടും എന്നെ എടുത്തിട്ടുണ്ടല്ലോ. പൊടിയൊക്കെ ഇങ്ങനെ അതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും മാറി മാറി ഉമ്മ തന്നു. എന്നിട്ട് ചുമരിൽ കിടത്തി സ്കൂളിൽ കൊണ്ടുവിട്ടു. ഒരു ദിവസം സ്കൂളിൽ വെച്ച് ഒരു പയ്യൻ എന്നെ അടിച്ചു. ഇതറിഞ്ഞ അമ്മ സ്കൂളിൽ വന്ന് ആ പയ്യനെ വഴക്ക് പറയുകയും, എൻ്റെ മോനെ നീ തല്ലുവല്ലടാ, ഇനി എൻ്റെ മോനെ തല്ലിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് പറഞ്ഞ് അവന് ഒരുപാട് വഴക്ക് പറഞ്ഞ് അവന് ഒരുപാട് തല്ലി. പിന്നെ അപ്പോഴേക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേ എന്തൊരു സന്തോഷമായിരുന്നെന്ന് എനിക്ക് ദൈവം കൂടെ ഉള്ളതുപോലെ ആയിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രേവതിക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ. ഈ സമയത്ത് നമ്മുടെ സച്ചി പിന്നെ പറയാ, നിനക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോടാ, മറ്റുള്ള കുട്ടികളെ പോലെ നീയും നല്ല ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞേ എൻ്റെ അമ്മ ടെക്സ്റ്റൈൽസിൽ കൂട്ടിക്കൊണ്ട് പോയി ഒരുപാട് കളർഫുൾ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു എൻ്റെ അമ്മ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ അച്ഛമ്മയുടെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ മാത്രമല്ല നമ്മുടെ രവീന്ദ്രന്റെയും. അത് കഴിഞ്ഞിട്ട് സച്ചി പറഞ്ഞു, ഭക്ഷണം കഴിക്കാതെ ഞാൻ ഒളിച്ചിരിക്കും. അപ്പം എൻ്റെ അമ്മയില്ലേ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്നെ ഊട്ടുവിടും. പുറകെ നടന്ന് കാക്കേനെയും പൂച്ചേനെയും ഒക്കെ കാണിച്ചു തന്നിട്ടാ എന്നെ ഊട്ടിവിടുന്നത്. മതിയെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ എന്നെ വിടില്ല. എൻ്റെ കൂടെ നടന്ന് എൻ്റെ പിറകെ നടന്ന് വയറ് നിറയുന്നവരെ എന്നെ കഴിപ്പിക്കും. അങ്ങനെയായിരുന്നു
എൻ്റെ അമ്മ. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്കും, ഇതൊക്കെ സത്യമാണോ എന്നിങ്ങനെ തോന്നി പോവാണ്. അത് കഴിഞ്ഞ് പിന്നെയും തീർന്നില്ല. നമ്മുടെ സച്ചി പറഞ്ഞു, എൻ്റെ മോനെ വളർന്നു വലുതായി മിടുക്കൻ ആകണമെങ്കിലേ നന്നായിട്ട് കഴിക്കണം, എന്നാലേ എൻ്റെ മോൻ മിടുക്കനാവത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ടാ എൻ്റെ അമ്മ എന്നെ മാമൂട്ടിയിരുന്നത്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ സച്ചിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി പറയാണ്, ഞാൻ നന്നായിട്ട് പഠിക്കണമെന്ന് പറയുമായിരുന്നു എൻ്റെ അമ്മ. പിന്നെ ഞാൻ പഠിക്കുന്നത് നോക്കി എൻ്റെ അമ്മ ഉണ്ടല്ലോ എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമായിരുന്നു, എൻ്റെ അടുത്തുനിന്ന് പോകത്തേ ഇല്ലായിരുന്നു. ഒടുക്കം അമ്മയുടെ മടിയിൽ തന്നെ ഞാൻ കിടന്ന് ഉറങ്ങും. പിന്നെ എൻ്റെ തലയിൽ എൻ്റെ അമ്മയില്ലേ ഇങ്ങനെ തലോടിക്കൊണ്ടേ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഉറങ്ങി എന്നെ എടുത്തുകൊണ്ട് കട്ടിലേ വെച്ച് കിടത്തി ഉമ്മയൊക്കെ തന്നിട്ടാ എൻ്റെ അമ്മ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കേട്ടോ. നമ്മുടെ സച്ചി അങ്ങോട്ട് കരയാണ്. സത്യമായിട്ടും ഞാൻ ഇമോഷണൽ ആയി പോയിട്ട്, നമ്മളിങ്ങനെ അതിന്റെ കൂടെ ഇതിങ്ങനെ കാണുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയി. സോറി കേട്ടോ. എന്നാലും നമുക്കിത് കാണുമ്പോഴത്തേക്ക് സങ്കടം വരും കേട്ടോ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് സങ്കടം വരാൻ ചാൻസ് ഉണ്ട്. മനസ്സുള്ള ആർക്കാണെങ്കിലും സങ്കടം വരും. ഏതായാലും വന്നിട്ട് നമ്മുടെ സച്ചി പറയുക, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അമ്മേനെ, അമ്മയ്ക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമാ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കേട്ടോ. ഇതുപോലെ നമ്മുടെ സച്ചി കരയുന്നത് കണ്ടിട്ടില്ലായിരിക്കും. അന്ന് ഹോസ്പിറ്റലിൽ കിടന്നില്ല രവീന്ദ്രൻ, അന്ന് മാത്രമാണ് നമ്മുടെ സച്ചി കരഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം, ഇത്ര ചെറിയ ആഗ്രഹം എനിക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇതൊക്കെ പറയുമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തൊരു വിഡ്ഢിത്തരമാണെന്ന്. പക്ഷെ ഞാനുണ്ടല്ലോ തെറ്റുകാരൻ. സത്യം ആരും അറിഞ്ഞില്ല, ആരും ആ സത്യം ചോദിച്ചുമില്ല എന്നോട്. എന്താണ് എന്നെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവിടാൻ കാരണമെന്നും അതുപോലെ വേറെ എല്ലാം എനിക്ക് നഷ്ടമാകാൻ കാരണമെന്നും ആരും എന്നോട് ചോദിച്ചില്ല, ആരോടും ഞാൻ പറഞ്ഞുമില്ല. അത് ഞാൻ മറച്ചു വെച്ചു. എന്നിട്ട് നമ്മുടെ സുധീനെ തന്നെ ഇങ്ങനെ നോക്കാനുണ്ട്. ഇത്ര പറഞ്ഞിട്ട് നമ്മുടെ സുധീനെ തന്നെ ഇങ്ങനെ നോക്കുക. രവീന്ദ്രനാണെങ്കിൽ പേടിച്ച് വിറയ്ക്കാണ് കേട്ടോ. ഇനിയിപ്പോ സത്യമല്ലോ തുറന്നു പറയുമോ സച്ചി എന്നൊരു പേടിയാണ്, ഭയമാണ് രവീന്ദ്രന്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു ചന്ദ്ര ഇങ്ങനെ നോക്കുന്നത്. ചന്ദ്രയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ സച്ചിനെ നന്നായിട്ട്. ചന്ദ്രയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി പറയാണ്, നടന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല, സത്യം ആർക്കും അറിയില്ല. ആ സത്യം അറിയണം. ഇനിയെങ്കിലും ആ സത്യം അറിഞ്ഞില്ലെങ്കിലേ ഞാൻ എന്നും തെറ്റുകാരനായിരിക്കും. ഞാൻ ആ സത്യം ഇപ്പൊ പറയാൻ പോവാന്ന് പറഞ്ഞു. ഇത് കേട്ടതും വീണ്ടും ഒന്നും കൂടെ നമ്മുടെ സുധി ഞെട്ടുകയാണ്. കൂടിയ രവീന്ദ്രൻ വല്ലാതെ വേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഞാൻ സത്യം പറയാൻ പോവാ. ഇനി ഇത് മറച്ചു വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഈ സത്യം എനിക്കിവിടെ പറയണം എന്ന് പറഞ്ഞ് സുധീനെ ഇങ്ങനെ വീണ്ടും രൂക്ഷമായിട്ട് നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു, ഞാൻ പറയാം, എല്ലാവരും കേൾക്കണം, എല്ലാവരും ഇത് അറിയണം. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് രവീന്ദ്രൻ ചങ്കിൽ ഇങ്ങനെ കൈവച്ചിട്ട് പെട്ടെന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ചുമക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അഭിനയിക്കുന്നതാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന്. ഒരിക്കലും നമ്മുടെ രവീന്ദ്രനൊന്നും വന്നതല്ല. എന്നിട്ട് നമ്മുടെ സച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ഇത് പറയാതിരിക്കാൻ വേണ്ടി അച്ഛൻ്റെ ഒരു അടവ് തന്നെയാണ് എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രനല്ല സച്ചിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഇങ്ങനെ വയ്യാണ്ട് വന്നപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു, മോനെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ വന്നിട്ട് എന്താ രവിയേട്ട പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചി അവിടെ പിന്നെ ഇരിക്കാൻ തയ്യാറായില്ല. സച്ചിക്ക് കാലി വന്നിട്ട് സച്ചി അവിടെ നെണീറ്റ് പോകുക കേട്ടോ ചെയ്തത്. ഓടി നമ്മുടെ സച്ചി അവിടെ നെണീറ്റ്. നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചേട്ട എന്താ സച്ചേട്ട പോകുന്നതെന്നും ചോദിച്ച് നമ്മുടെ രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, അല്ല അച്ഛൻ എന്താ സച്ചേട്ടൻ എന്തോ പറയാൻ വന്നിട്ട് പറയാതെ പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഏതായാലും അവിടെ കൊണ്ട് ആ ഒരു സീൻ തീരാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കൊണ്ട് ആ സീൻ തീരുന്നില്ല കേട്ടോ. നമ്മുടെ അച്ഛമ്മ പറയുകയാണ്, ചന്ദ്രേ അവൻ പറഞ്ഞത് നടന്നതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ സങ്കല്പത്തിലുള്ള അമ്മേനെ കുറിച്ച് അവൻ പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നീ അവനൊരു മകനായിട്ട് ഇതുവരെ നീ കണ്ടിട്ടില്ല. നീ അവനെ പ്രസവിച്ചു, ഇത്രയും വരെ വളർത്തിയതും നീയല്ല. പക്ഷെ നീ അവനെ മകനായിട്ട് കാണണമായിരുന്നു. ചെറിയ പ്രായത്തിലുണ്ടല്ലോ അവനെ അമ്മേനെ കാണണമെന്ന് പറഞ്ഞു ഒരുപാട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിനക്ക് അവനെ കാണണ്ടായിരുന്നു. നീ അവനെ കാണാൻ വന്നിട്ടേ ഇല്ല. നിനക്കൊരിക്കലും അവന്റെ അമ്മയാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചന്ദ്രേ. ഇനി നിനക്ക് സാധിക്കുമോ? അതെങ്ങനെയാ സാധിക്കുന്നത്? അവൻ നല്ല കുട്ടിയായിട്ടാണോ വളർന്നത്? അവൻ ഇപ്പോഴും എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്തിനാ അതൊക്കെ കാര്യമാക്കുന്നത്? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ മനസ്സിൽ കളങ്കമില്ലാത്തവനെ
മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതാ അവനിപ്പോ ചെയ്തത്. അവന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. അവൻ അങ്ങനെ ഒരുത്തനാ. അത് നീ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോകുന്നുണ്ട് ചന്ദ്രേ. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. ഏതായാലും അവൻ മറച്ചു വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട്. അവന്റെ മനസ്സിലുള്ള സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നീ നീ ഇപ്പൊ ഇവിടെ വെന്തുരുകി പോയേനെ. നീ മാത്രമല്ല, പലരുടെയും പൊയ്മുഖം ഇവിടെ അഴിഞ്ഞു വീണേനെ എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും ശ്രുതി ഇതൊക്കെ കേട്ടതും കുനിഞ്ഞിരിക്കുന്നതല്ലാതെ നൂർന്ന് പോലും നോക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ദേ നമ്മള് ഇങ്ങോട്ട് വന്ന സന്തോഷത്തിലെ ആ സത്യം പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. ഒരിക്കലും ആർക്കും തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. സച്ചിനെ നിങ്ങളാരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരമ്മ എന്ന നിലയ്ക്കോ സഹോദരൻ എന്ന നിലയ്ക്കോ ആരും. അവന്റെ മനസ്സെ നിങ്ങൾക്കറിയില്ല. എൻ്റെ മോന് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നേ അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവന്റെ മനസ്സ് എന്താണെന്ന് കാണാൻ ഇതുവരെ ഒരു അമ്മ എന്ന നിലയിൽ ചന്ദ്ര നീ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് എണീറ്റ് പോയി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, എനിക്കറിയാം, അവനെ നന്നായിട്ട് അറിയാം. അദ്ദേഹം പറയുന്ന ആരും ഒന്നും കാര്യമാക്കണ്ട. മക്കളെ നിങ്ങൾ ചെല്ല്, ചുമ്മാ ഇന്നത്തെ ദിവസത്തെ മൂടും കൂടെ കളഞ്ഞു എന്നും പറഞ്ഞ് അവരെല്ലാം കൂടെ പോവുകയാണുണ്ടോ. നമ്മുടെ രേവതിക്ക് അപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. രേവതി ഓർക്കും ഇത് എന്താണ്, എന്തോ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ രേവതി ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരുട്ടത്ത് മാറിപ്പോയി ഇങ്ങനെ കട്ടലയിൽ ഇങ്ങനെ ഇരിക്കാൻ മുറ്റത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നു. രേവതി ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട് വന്നു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, രേവതി നീ കിടന്നോ, നീ എന്തിനാ ചുമ്മാ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രേവതിക്ക് കിടക്കാൻ പറ്റുമോ, സച്ചിയുടെ മനസ്സ് ഈ വിധത്തിലാണല്ലോ. അപ്പൊ രേവതി ചോദിച്ചാലേ, സച്ചി ചോദിച്ചു, എന്താ കിടക്കാൻ പറ്റാത്തത്? അതെ വിലാപമാണോ? ഞാനെന്നാല് ഒരു കാര്യം ചെയ്യട്ടെ, കൊടയും ടോർച്ച് എടുത്തോണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടയും ടോർച്ച് ഒന്നും വേണ്ട, വിലാപമാണോ എന്ന് ചോദിച്ചില്ലേ, കുറച്ച് വിലാപമൊക്കെ തന്നെയാ. ഇവിടെ ഇരുന്ന് സച്ചിയേട്ടാന്ന് പറഞ്ഞോണ്ട് സച്ചിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ കണ്ണിൽ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, എനിക്ക് സച്ചിയേട്ടനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞ ഉടനെ അറിയാലോ, സച്ചിയേട്ടൻ ദുഷ്ടനാണെന്നും മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത മുൻകോപക്കാരനാണെന്നൊക്കെയാ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, ഈ മനസ്സ് വെറും നിഷ്കളങ്കമാണെന്നും സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന്. എന്നാലും എനിക്ക് പൂർണ്ണമായിട്ടും സച്ചേട്ടനെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സത്യമായിട്ടും എനിക്കിന്നാ മനസ്സിലായത്. സച്ചേട്ടന് എന്താ പറ്റിയത്? സച്ചേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളത്? സച്ചേട്ടന്റെ മനസ്സ് നിറയെ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ? സച്ചേട്ടന്റെ മനസ്സ് നിറയെ അമ്മയോടുള്ള സ്നേഹമാണല്ലേ? ചിരിച്ച് കളിക്കുമ്പോഴും ഈ മനസ്സ് നിറയെ സങ്കടങ്ങളല്ലേ? എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇത്രയും നാളും മറച്ചു വെച്ച ഏതോ ഒരു സത്യം പറയാൻ വേണ്ടി സച്ചേട്ടൻ തുടങ്ങിയതായിരുന്നു. ആ സത്യം എന്താ? ആ സത്യം പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ പറയാതിരുന്നത്? പക്ഷെ ആ സത്യം എന്താ? എന്നോട് പറയാൻ പറ്റുമോ? എന്നോട് പറ സച്ചേട്ടാ. ഒന്നുമില്ല രേവതി. എന്ത് സത്യം? ഒരു സത്യമില്ല. നീയെ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ട കേട്ടോ. ഒരു സത്യവുമില്ല. ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇല്ല സച്ചേട്ടൻ എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. ഏതോ ഒരു വിഷയം സച്ചേട്ടന്റെ മനസ്സിനുള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് പറ. ആ മനസ്സൊന്ന് ശാന്തമാക്ക. അല്ല രേവതി, ആ സത്യം പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? അല്ല സച്ചേട്ടാ, എന്നോടൊന്ന് പറ സച്ചേട്ടാ. അതൊന്നും ശരിയാവില്ല രേവതി. ആ വിഷയം അങ്ങ് വിട. ആ വിഷയം നമുക്ക് സംസാരിക്കേണ്ട. എന്റെ മനസ്സിൽ ഒരു വിഷമവും ഇല്ല. ഞാൻ ഹാപ്പിയാ. ഞാൻ സന്തോഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിനക്കറിയാലോ ഞാൻ എന്ത് ഹാപ്പിയാണെന്ന് നോക്കിയേ. വേണ്ട സച്ചേട്ടാ, മനസ്സിലെ സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ മുഖത്ത് ചിരി കാണിക്കരുതേ. പിന്നെ സച്ചേട്ടൻ അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? അതെനിക്ക് മനസ്സിലായി. ജീവനാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മുഖം താത്താണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം കിട്ടാൻ ഇപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എപ്പോഴും സച്ചേട്ടനെ അമ്മ വഴക്ക് പറയും. അതിനോടൊപ്പം തന്നെ മറ്റ് രണ്ടുപേരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയ സംസാരിക്കുന്നത്. പിന്നെ സച്ചേട്ടന്റെ അമ്മ സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കുപോലും ചെയ്തിട്ടില്ലല്ലോ സച്ചേട്ടനെ. പിന്നെ എങ്ങനെയാ സച്ചേട്ടന് അമ്മേനെ സ്നേഹിക്കാൻ പറ്റുന്നത്? അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കാറുണ്ടല്ലോ. നിങ്ങൾ പുറത്ത് കലഹിക്കുമ്പോഴും ഉള്ളില് സച്ചേട്ടൻ അമ്മേനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി. അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് സച്ചേട്ടൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഒരുപാട് സച്ചേട്ടൻ സങ്കടം ഉണ്ടല്ലേ? ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം. അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരിക്കലും. അമ്മമാര് മക്കളെ ഏറെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല.
ഞാനിടയ്ക്ക് അമ്മയുടെ മകൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോഴും ഒരേ ഒരു ഉത്തരേ കിട്ടിയിട്ടുള്ളൂ, ഞാൻ അമ്മയുടെ മകൻ തന്നെയാന്ന്. പിന്നെ ഈ കുരുത്തം കെട്ടവന് അമ്മയുടെ സ്നേഹം. അങ്ങനെ നമ്മുടെ സച്ചി വിഷമത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷം നയനയുടെയും ആദർശിന്റെയും വിശേഷവുമാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.